നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. വ്യാപാര കരാറിൽ ആളിക്കത്തി. ഇന്ത്യ US വ്യാപാര കരാറിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഇന്നുണ്ടായില്ല. കരാറിലൂടെ രാജ്യത്തെ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയെ അറിയിച്ചു. സഭാസ്തംഭനം ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റിനെയും രാജ്യത്തെയും ഇരുട്ടിൽ നിർത്തിയാണ് US-മായി വ്യാപാര കരാറിൽ ധാരണയിൽ എത്തിയതെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ ആദ്യ നിമിഷം മുതൽ ഉയർന്നു. मेरी माननीय सदस्यों से अपेक्षा है कि वो प्रश्नकाल के अंदर माननीय सदस्यों को बोलने दें. आप सदन नहीं चलने देना चाहते. കർഷകരുടെയും ക്ഷീരകർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ ആശങ്കകൾ പരിഗണിച്ചാണ് കരാർ സംബന്ധിച്ച് ധാരണയിൽ എത്തിയതെന്നും പീയൂഷ് ഗോയൽ. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മോദി കോംപ്രമൈസ്ഡ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. अपनी इलाके से छोड़कर उस जगह जाकर मर्यादाओं को तोड़ोगे. കരസേനാ മുൻ മേധാവി ജനറൽ MM നരവാനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിന്റെ പകർപ്പുമായാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലെത്തിയത്. ഇതിന് മറുപടിയായി BJP അംഗം നിഷികാന്ത് ദുബായ് നെഹ്റു കുടുംബാംഗങ്ങൾക്കെതിരായ പുസ്തകങ്ങൾ സഭയിൽ ഉയർത്തിക്കാട്ടി. കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. 5 മണിക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ സഭ നാളെ 11 മണി വരെ പിരിഞ്ഞു. പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്പീക്കർ ഓം ബിർളയുമായും അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 24 ഡൽഹി. ഈ മണിക്കൂറിൽ പുറത്തുനിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത നയതന്ത്ര നീക്കം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ടെലിഫോണിൽ സംസാരിച്ചു എന്നാണ് അവകാശവാദം. സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചു. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. മെറിൻ, ട്രൂത്ത് സോഷ്യലിലൂടെ നേരത്തെ അറിയിച്ച ഒരു പ്രഖ്യാപനം, ഇന്ത്യ അമേരിക്ക ഡീൽ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിവാദങ്ങൾ, പ്രതികരണങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നടക്കുമ്പോഴാണ് വീണ്ടും മറ്റൊരു അപ്രതീക്ഷിത നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ചൈനയിലെ ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ടെലിഫോണിൽ ദീർഘനേരം സംസാരിച്ചു. ഒരുപാട് വിഷയങ്ങൾ ചർച്ചയായി എന്നൊക്കെയുള്ള അവകാശവാദവുമായി ട്രംപിന്റെ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് ട്രൂത്ത് സോഷ്യലിൽ. എന്താണ് ഇത്തരം നീക്കങ്ങളിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി എന്ന് വിശദീകരിക്കുന്നുണ്ടോ? പ്രജിൻ, എന്നും അപ്രതീക്ഷിത നീക്കങ്ങൾ കൊണ്ട് അമ്പരപ്പിച്ച ഒരു പ്രസിഡന്റ് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ ട്രംപിന്റെ തന്നെ ഒരു അപ്രതീക്ഷിത നീക്കമുണ്ടായിരിക്കുന്നത്, അപ്രതീക്ഷിത നയതന്ത്ര നീക്കമുണ്ടായിരിക്കുന്നത് ചൈനയുമായിട്ടാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി സുദീർഘമായ ഒരു ഫോൺ സംഭാഷണം നടത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ, ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സുദീർഘമായ ഒരു പോസ്റ്റ് തന്നെയാണ്. വളരെ എക്സലന്റ് ആയിട്ട്, അല്ലെങ്കിൽ സുദീർഘമായിട്ടുള്ളൊരു ഫോൺ സംഭാഷണം ഷീ ജിൻപിങ്ങുമായി നടത്തി. അത് എല്ലാ പ്രധാന കാര്യങ്ങളും, വാണിജ്യമാകട്ടെ കാർഷികമാകട്ടെ, ലോകത്ത് ഇന്ന് നടക്കുന്ന നിലവിലെ സാഹചര്യം, പ്രധാനമായും ഇറാൻ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, അതുപോലെ തന്നെയുള്ള നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ ചൈനയുമായി സംസാരിച്ചെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി വ്യാപാര കരാർ ഏർപ്പെട്ടതായിട്ട് ട്രംപ് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു അപ്രതീക്ഷിത നയതന്ത്ര നീക്കം. പ്രധാനമായും ഷീ ജിൻപിങ്ങുമായി വളരെ നല്ല ബന്ധമാണുള്ളത്, ചൈനയുമായി നല്ല ബന്ധമാണുള്ളത്. അത് തുടരാൻ തന്നെ ആഗ്രഹിക്കുന്നു. അത് തുടരുന്നതിന്റെ പ്രാധാന്യം രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നെന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിലിൽ ചൈനയിലേക്ക് സന്ദർശനം നടത്താനിരിക്കുന്നു. അതിനെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, എണ്ണ, അതുപോലെ തന്നെ വാതകം എന്നിവ ഇറക്കുമതി, അതിന്റെ വ്യാപാരം സംബന്ധിച്ച ചർച്ചയായെന്നും ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല, സോയാബീനിന്റെ ഇറക്കുമതി, ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന
സോയാബീൻ്റെ അളവ് 20% നിന്നും 25% വർദ്ധിപ്പിക്കാൻ ധാരണയായിട്ടുണ്ടെന്നും ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുന്നു. ഇതൊരു അപ്രതീക്ഷിത നയതന്ത്ര നീക്കമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും നല്ല ബന്ധമാണുള്ളത്. ഇനി അടുത്ത 3 വർഷക്കാലം താൻ പ്രസിഡന്റായിരിക്കുന്ന 3 വർഷക്കാലം ഇനിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്നും ട്രംപ് ഈ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നിരവധി രാജ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ട്രംപ് എല്ലായ്പ്പോഴും എടുക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ്. അതിൽ US കോൺഗ്രസിൽ തന്നെ എതിർപ്പ് എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെ തന്നെ ചൈനയുമായി ഇപ്പോൾ സുദീർഘമായ അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങുമായി വളരെ സുദീർഘമായ ഒരു ഫോൺ സംഭാഷണം നടത്തിയെന്നും നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, മേരി ചാക്കോൺ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു ഭാഗത്ത് എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ട്രംപിനെതിരെ വരുമ്പോഴാണ് മറുഭാഗത്ത് തന്റെ മുഖം രക്ഷിക്കൽ എന്ന രീതിയിലൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഇപ്പോഴത്തെ ഈ നയതന്ത്ര നീക്കങ്ങൾ എന്നും വിലയിരുത്താം. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ചൈന സന്ദർശിക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിവരങ്ങൾ അത് പങ്കുവെക്കുക കൂടിയായിരുന്നു ഈ ടെലിഫോൺ സംഭാഷണത്തിന്റെ ഉദ്ദേശം എന്നുകൂടി പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പോസ്റ്റിലൂടെ. SITയിൽ വിശ്വാസമെന്ന് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണത്തിൽ നിർണായക പരാമർശങ്ങളുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യതയിൽ സംശയമില്ലെന്നും കോടതി പറഞ്ഞു. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്നും ആശങ്കയില്ലെന്നുമാണ് കോടതിയുടെ പരാമർശം. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്ന ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന പ്രതിപക്ഷ ആരോപണത്തിനിടയിലാണ് ദേവസ്വം ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. അതിസങ്കീർണവും അസാധാരണവുമായ കേസാണിത്. അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടി സമയം കൊടുക്കണം. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല. കേസിലെ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ പരാമർശം. ഇതോടെ പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന വിലയിരുത്തലിലാണ് ED. മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷത്തിനു നേരെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഇതോടെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞു. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്ന പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധം തുടരുമെന്ന് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം നിലപാട് അറിയിച്ചു. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസത്തെ പോലെ ബാനറും പ്ലക്കാർഡും ഉയർത്തിയപ്പോൾ ഭരണപക്ഷത്തു നിന്നും മറുപടി പോസ്റ്റർ ഉയർത്തി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാർ. ചോദ്യം നമ്പർ 121 എൽദോസ് പി കുന്നപ്പള്ളിയിൽ നോട്ട് ഇൻ ദ സീറ്റ്. പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരെ കൂട്ടത്തോടെ മന്ത്രിമാർ. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെറ്റിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സാർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം രോഷമടങ്ങാതായതോടെ K രാജനും KN ബാലഗോപാലും കൂടി ചേർന്നു വിമർശന ബ്രിഗേഡിൽ. ഈ സമയത്തൊന്നും മുഖ്യമന്ത്രി സഭയിലുണ്ടായിരുന്നില്ല. നിയന്ത്രിക്കാൻ ശ്രമിച്ച സ്പീക്കറെയും വെറുതെ വിട്ടില്ല. ഏത് റൂളാ ഈ സമരം? സാർ ഇത് ഒരു റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട്. മന്ത്രിമാരുടെ വിമർശനത്തിന് VD സതീശൻ മറുപടി നൽകിയത് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്ന ശേഷം. 5 മന്ത്രിമാരും അതിൽ 4 പേര് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കാതെ എനിക്ക് വിരോധമില്ല. കാരണം അവർ എന്നെ സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ അതിനെ എങ്ങനെ നോ പറയുന്നു? അവർ നിരന്തരമായി വ്യക്തിപരമായി തേജോവധം ചെയ്യാണ്. ആ AKG സെന്ററിലിരുന്നും മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലിരുന്നും വ്യാപകമായി വ്യക്തിപരമായ ദുഷ്പ്രചരണം നടത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള സഭയ്ക്കകത്തും പുറത്തും സജീവ രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 24 തിരുവനന്തപുരം.
ശബരിമലയിലെ ആടിയ ശിഷ്ടം നെയ് ക്രമക്കേടിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ സുനിൽകുമാർ പോറ്റി റിമാൻഡിലായി. പ്രതിയെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. പ്രാഥമിക അന്വേഷണത്തിൽ 34 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയത്. വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത്. കേസിൽ 13ാം പ്രതിയാണ് സുനിൽകുമാർ പോറ്റി. CPIM ഫണ്ട് തിരിമറി വെളിപ്പെടുത്തിയതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ജോസഫ് സി മാത്യുവിൽ നിന്ന് MN വിജയന്റെ മകൻ VS അനിൽകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ഫണ്ട് തട്ടിപ്പിലൂടെ പാർട്ടിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ മുൻ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മൃദു സമീപനമാണ് സ്വീകരിച്ചതെന്നും പുസ്തകത്തിൽ വിമർശനമുണ്ട്. പാർട്ടിയെപ്പോലും അമ്പരപ്പിക്കുന്ന ജനാവലിയാണ് പുസ്തക പ്രകാശനത്തിന് എത്തിയത്. ജോസഫ് സി മാത്യു പുസ്തകം കൈമാറിയപ്പോൾ സദസ്സിൽ ഇൻകുലാബ് വിളികൾ മുഴങ്ങി. അഞ്ചു വർഷം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടം ഫലം കാണാതെ വന്നപ്പോഴാണ് കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ നിർബന്ധിതനായതെന്ന് വി കുഞ്ഞികൃഷ്ണൻ. ഈ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല എന്നത് പാർട്ടിക്കകത്ത് നിരന്തരമായി പറഞ്ഞ് പ്രയോജനമില്ലാതെ വരുമ്പോൾ ജനങ്ങളോട് പറയുക എന്നത് എന്നെ പാർട്ടി പഠിപ്പിച്ച ഒരു കാര്യമാണ്. 16 അധ്യായങ്ങളുള്ള പുസ്തകത്തിൽ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുകളെക്കുറിച്ച് വിശദമായ കണക്കുകളാണ് നിരത്തുന്നത്. ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടന്നുവെന്നതിന് തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തട്ടിപ്പ് കണക്കുകൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് TI മധുസൂദനന്റെ ആശ്രിതനായ KP മധുവിനെ ഏരിയ സെക്രട്ടറിയാക്കിയത്. മധുവും ധനരാജ് രക്തസാക്ഷി ഫണ്ട് കട്ടുവെന്നും പുസ്തകത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഒരു രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് വകമാറ്റണമെങ്കിൽ ഒന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ആ കാര്യം വിശദീകരിച്ച് ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണം. ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. ഈ ഓഡിറ്റ് ഞാൻ നടത്തിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. KP മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു എതിരെ കേസ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുണ്ട് ഈ KP മധു. അച്ചടിച്ച 2500 കോപ്പികളും തിക്കിത്തിരക്കിയാണ് ആൾക്കൂട്ടം വാങ്ങിക്കൊണ്ടുപോയത്. ചടങ്ങിലെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് പാർട്ടിക്കുള്ളിലെ വെറുമൊരു വിഭാഗീയതയല്ല, മറിച്ച് നേതൃത്വത്തിന്റെ നയങ്ങൾക്കെതിരെയുള്ള അണികളുടെ വികാരമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും വെളിപ്പെടുത്തൽ CPMന് വലിയ തലവേദനയാകുമെന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് പയ്യന്നൂരിലെ ജനക്കൂട്ടം. 24 കണ്ണൂർ. എറണാകുളം പുതുവൈപ്പിൻ സ്വദേശിയായ വിദ്യാർത്ഥിനിയെ കാണാനില്ല എന്ന പരാതി. ഗൗരിനന്ദ എന്ന 16-കാരിയാണ് കാണാതായത്. ലാൽ കൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, എപ്പോൾ മുതലാണ് ഈ കുട്ടിയെ കാണാതായി എന്ന പരാതിയിൽ പറയുന്നത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? അതായത് ചൊവ്വാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയതാണ്. 8 മണിക്ക് എളങ്കുന്നപ്പുഴയിലുള്ള സ്കൂളിലേക്ക് പോയതാണ് ഗൗരിനന്ദ എന്ന് പറയുന്ന 16 വയസ്സുകാരി. പുളിക്കത്തറ വീട്ടിൽ സുമേഷിന്റെ മകളാണ്. 16 വയസ്സേ ഉള്ളൂ. പക്ഷെ സ്കൂളിൽ ചെന്നിട്ടില്ല എന്ന് വിവരം അറിയുന്നത് വൈകിട്ട് കുട്ടി തിരിച്ച് എത്താതായതോടുകൂടിയാണ്. ഇതിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ തന്നെ അന്വേഷണം ആരംഭിച്ചതാണ്. ഞാറക്കൽ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR-ഉം ഇട്ടിരുന്നു. പോകാനിടയുള്ള സ്ഥലങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇവിടെ ഒന്നും കുട്ടി എത്തിയിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത്. കുട്ടി സാധാരണ സുഹൃത്തുക്കളോടൊപ്പം എറണാകുളം നഗരത്തിലേക്ക് വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് CCTV-കൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തിയിരുന്നുവെങ്കിലും ഇവിടെ ഒന്നും കുട്ടിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തിരച്ചിൽ ഇന്നും നടന്നിരുന്നു. ഒടുവിലാണ് ഞാറക്കൽ പോലീസ് FIR-ന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് പുറപ്പെടുവിച്ചത്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അത് ഞാറക്കൽ പോലീസിനെയോ സിറ്റി പോലീസിനോ വിവരം നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. 16 വയസ്സ് മാത്രമാണ് പെൺകുട്ടിക്ക് പ്രായമുള്ളത്. രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. ശരി, ലാൽകൃഷ്ണനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സമുദായ ഐക്യ നീക്കത്തിൽ SNDP യോഗത്തിന് വീണ്ടും തിരിച്ചടി. NSS SNDP ഐക്യം പ്രായോഗികമാകുമെന്നും ചർച്ചകൾ തുടരുമെന്നും SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എതിർപ്പ് പരസ്യമാക്കി NSS ജനറൽ സെക്രട്ടറി വീണ്ടും രംഗത്തെത്തി. ഐക്യം അടഞ്ഞ അധ്യായമെന്ന് ആവർത്തിച്ച G സുകുമാരൻ നായർ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും കുറ്റപ്പെടുത്തി. കഴിഞ്ഞയാഴ്ച ചേർന്ന SNDP യോഗം വിശാല കൌൺസിലായിരുന്നു സമുദായ ഐക്യത്തിന് അംഗീകാരം നൽകിയത്. NSS-ഉമായുള്ള ഐക്യചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതും കൌൺസിൽ തന്നെ. NSS ഐക്യത്തിൽ നിന്ന് പിന്മാറിയ ശേഷമുള്ള ആദ്യ കൌൺസിൽ യോഗമാണ് ഇന്ന് ആലപ്പുഴയിൽ ചേർന്നത്. ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്നും NSS-നെ വീണ്ടും സമീപിക്കുന്നതിൽ തെറ്റില്ല എന്നും കൌൺസിൽ വിലയിരുത്തി.
SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് NSSനെ ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു. ഐക്യമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആവർത്തിച്ചു. SNDPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ്. ഒരിക്കലും ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നമേ ഇല്ല. തുഷാറിന്റെ പ്രതികരണത്തിന് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും മാധ്യമങ്ങളെ കണ്ടു. എതിർപ്പുകൾക്കിടയിലും SNDP യോഗത്തിനുള്ള പ്രതീക്ഷയെ NSS തള്ളി. പെരുന്നയിൽ മഞ്ഞുരുക്കമില്ല. പൊതുവായിട്ട് ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അന്നേരം ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അതിന് ഐക്യം ആവശ്യമില്ല. ഐക്യ ചർച്ചകൾക്ക് NDA കൺവീനർ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതോടെയാണ് NSS പിന്മാറിയത്. ഐക്യത്തിൽ SNDPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും NSS കുറ്റപ്പെടുത്തുന്നു. 24 ആലപ്പുഴ. സംഗീത സംവിധായകൻ SP വെങ്കടേഷിന് വിട നൽകി സംഗീത ലോകം. ചെന്നൈ പോരൂർ വൈദ്യുത ശ്മശാനത്തിൽ സംസ്കാരം നടന്നു. മകൻ സുകുമാർ അന്ത്യകർമ്മങ്ങൾ നടത്തി. പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ SP വെങ്കടേഷിന് ആദരാഞ്ജലി അർപ്പിച്ചു. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം SPVക്ക് സംഗീതാഞ്ജലിയും അർപ്പിച്ചു. ഇനി ഈ ഇണങ്ങൾ മാത്രമാണ് ബാക്കി. എന്നും SPVയെ ഓർക്കാൻ പ്രണയവും വിരഹവുമെല്ലാം കോറിയിട്ട മികവുറ്റ ഇണങ്ങൾ. എല്ലാ തലമുറയും SP വെങ്കടേഷിന്റെ പാട്ടുകളുടെ ആരാധകരായതും അതുകൊണ്ടുതന്നെയാണ്. SP വെങ്കടേഷിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പ്രമുഖരുടെ നീണ്ട നിര തന്നെ എത്തി. ചെയ്ത പാട്ടുകളൊക്കെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പോൾ വിടവാങ്ങിയത്. കുറേ വിഷമമുണ്ട്. ഇദ്ദേഹമായിട്ട് എനിക്ക് അത്ര അടുത്തൊരു സ്നേഹബന്ധമുണ്ട്. എപ്പം കണ്ടാലും ചിരിക്കുകയും ഈ ചിരിയില്ലാണ്ട് ഞാൻ അണ്ണനെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. ഞാൻ എത്ര സിനിമകൾ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. വളരെ നല്ലൊരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. കൂടപ്പിറപ്പിനെ പോലെ ഒപ്പമുള്ളവരെ SPV സ്നേഹിച്ചിരുന്നുവെന്ന് സഹപ്രവർത്തകർ. SP വെങ്കടേഷ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും എൻ്റെ ലൈഫിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരാളാണ്. ഈ വേർപാട് ഈ കുടുംബത്തോടൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. எல்லாரையும் நல்லா பார்த்துருந்தார். எல்லாரையும், அதாவது ஒரு மியூசிஷியனும் ரொம்ப அவருக்கு கூட பிறந்த சகோதரர் மாதிரி அது மாதிரி வச்சுருந்தார். அவர் எல்லாரையும் അവരുടെ ആത്മാശാന്തിയുടെ എല്ലാം ഇறைവനെ വേണ്ടിക്கிறாను. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം 3 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി പോരൂരിലേക്ക്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം SPVക്ക് സംഗീതാഞ്ജലി. മകൻ സുകുമാർ അന്ത്യകർമ്മങ്ങൾ നടത്തി. ഒടുവിൽ പോരൂർ ശ്മശാനത്തിലെ അഗ്നി ആ മഹാപ്രതിഭയെ ഏറ്റുവാങ്ങി. യാത്രയായത് ദേഹം മാത്രം. തന്റെ പ്രിയപ്പെട്ട ഇണങ്ങളിൽ SPV ഇനിയും ജീവിക്കും കാലങ്ങളോളം. 24 ചെന്നൈ. ഒരു വർഷത്തോളം നീണ്ട രാഷ്ട്രപതി ഭരണത്തിന് ശേഷം മണിപ്പൂരിൽ പുതിയ NDA സർക്കാർ അധികാരത്തിലേക്ക്. മുഖ്യമന്ത്രിയായി യുംനാം ഖേംചന്ദ് സിംഗ് സത്യപ്രതിജ്ഞ ചെയ്തു. കുക്കി, നാഗ വിഭാഗങ്ങളിൽ നിന്നായി 2 ഉപമുഖ്യമന്ത്രിമാരും. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് പറഞ്ഞു. To swear the name of God that I will bear true and faith and aligned to the Constitution of India. BJP നേതാവും സിംഗ്ജൈമ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമായ യുംനാം ഖേംചന്ദ് സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മണിപ്പൂർ ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ അജയ് കുമാർ ഭല്ല സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മണിപ്പൂരിൽ സമാധാനാന്തരീക്ഷം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും 2047 മണിപ്പൂർ വീക്ഷിത് ഭാരതിൽ പ്രധാന പങ്ക് വഹിക്കുമെന്നും മുഖ്യമന്ത്രി യുംനാം ഖേംചന്ദ് സിംഗ്. 47 तक में इसकी ग्रोथ, नेशनल की ग्रोथ जो आना है, तो इसमें मणिपुर का भी हिस्सा लेने के लिए हमको रेस्पॉन्सिबिलिटी दिया. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് നെംച കിബ്ജനും നാഗ വിഭാഗത്തിൽ നിന്നുള്ള ലോസി ദിഗോയും ഉപമുഖ്യമന്ത്രിമാർ. ഡൽഹിയിൽ നിന്ന് ഓൺലൈനായാണ് നെംച കിബ്ജൻ സത്യപ്രതിജ്ഞ ചെയ്തത്. BJPയിൽ നിന്നും നാഗ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നും ഓരോ MLAമാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കുക്കി, മെയ്തൈ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം
1 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു സർക്കാർ രൂപീകരണം. വിനീത വിജി, 24, ഡൽഹി. കോടതിയിൽ ദീദിയുടെ വാദം. പശ്ചിമ ബംഗാളിലെ SIR നടപടികൾക്കെതിരെ സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് ചരിത്രം കുറിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാളിനെ ലക്ഷ്യമിടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് മമതാ ബാനർജി വാദിച്ചു. മമതയുടെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കേസിൽ തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിശദമായ വാദം കേൾക്കും. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി സ്വന്തം കേസിൽ വാദിക്കാനായി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. ബംഗാൾ SIRനെതിരായ ഹർജികളിൽ നേരിട്ട് ഹാജരായ മമത തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരവധി ആരോപണങ്ങൾ കോടതി മുറിയിൽ നിരത്തി. പാർട്ടിക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതിയിൽ വന്നതെന്ന് മമത ചീഫ് ജസ്റ്റിസിനോട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല, ആധാർ കാർഡ് രേഖയായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അംഗീകരിക്കുന്നില്ല. ആളുകൾ വീടുകളിലില്ലാത്ത സമയം നോക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുന്നത്. BLOമാരടക്കം 100-ലധികം പേർ SIRനെ തുടർന്ന് മരിച്ചെന്നും മമതാ ബാനർജി കോടതിയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് മമതയോട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പച്ചക്കള്ളമെന്ന് മമതയുടെ മറുപടി. പേരുകളിലെ പൊരുത്തക്കേടുകളിൽ കമ്മീഷൻ നോട്ടീസ് അയക്കുന്നതിലെ ആശങ്ക മമതാ ബാനർജി പങ്കുവച്ചതോടെ നോട്ടീസ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മമതാ ബാനർജിയുടെ ഹർജിയിൽ തിങ്കളാഴ്ചയ്ക്കകം മറുപടി സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി. അവസരം നൽകിയതിന് കോടതിക്ക് നന്ദി അറിയിച്ചാണ് മമത വാദം പൂർത്തിയാക്കിയത്. R. അച്യുതൻ, 24, ഡൽഹി. ലോക അർബുദ ദിനത്തിൽ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ വിൻസ്മേറിയും ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് അർബുദ ബോധവൽക്കരണ ക്യാമ്പും ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. കോഴിക്കോട് മാവൂർ റോഡ് പൊറ്റമ്മൽ ജംഗ്ഷനിലെ വിൻസ്മെര ജ്വൽസിൽ നടന്ന പരിപാടി കൌൺസിലർ T. റനീഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ ആർമി നഴ്സിംഗ് ഓഫീസർ ആലിസ് ചെല്ല ക്ലാസ് നയിച്ചു. ചടങ്ങിൽ ചികിത്സാ ധനസഹായവും വിതരണം ചെയ്തു. വിൻസ്മെര ജ്വൽസ് റീറ്റെയിൽ ഹെഡ് രാജേഷ് ഏലാത്ത്, വൈസ് ചെയർമാൻ അനിൽ കമ്പ്രത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ലൈറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.